വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡിത്ത് ഹാരിസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് എറണാകുളം പോവാണ്. എറണാകുളം പോകണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് പഠിച്ചത് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് പോവാണ്. അപ്പോൾ അവളുടെ കൂടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണം. പിന്നെ അവൾക്കൊരു കൂട്ടിന് കൂടെ പോകാമെന്ന് വിചാരിച്ചു, എനിക്ക് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ എന്താ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. എറണാകുളത്ത് മിഡാക്സിലാണ് പോണത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, മിഡാക്സ് അല്ല മിഡാസിലാണ് പോണത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെയുള്ള ദൂരത്തിലേക്ക് ഞാൻ ഓട്ടോ പിടിച്ചേക്കാണ്. കാരണം വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മുന്നിട്ട്, മറ്റേ മെയിൻ റോഡിലോട്ട് കയറാനായിട്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം കയറാൻ. അതിനുശേഷം നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഞാനിപ്പം എപ്പോഴും മേക്കപ്പ് പഠിക്കാൻ പോയ ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ നിന്ന് എനിക്കൊരു പരിചയമുണ്ട് എങ്ങോട്ട് പോകണ്ടേ എങ്ങനെ പോകണ്ടെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചെന്ന് പേട്ട മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെയാണ് കേട്ടോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് എറണാകുളം സൗത്തിൽ പോയിട്ട് ഇറങ്ങണം. അപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ ഇച്ചിരി ദൂരെ നിന്നാണ് വരുന്ന സ്ഥലത്ത് നിന്ന്. ഞാൻ ആ മെട്രോയുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ചായക്കടയിൽ നിന്ന് പപ്സൊക്കെ മേടിച്ച് തിന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അവൾക്ക് വെയിറ്റ് ചെയ്ത്. അപ്പം ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ്. ഇവിടെ തന്നെ വന്ന് ബസ് ഇറങ്ങിയ ആൾ വന്നോളും. അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. ഓ ഇത് നോക്കിയേ, നീ എടുക്കുന്നോ? ഇത്ര വലിയ അമ്മ എടുക്കില്ല. എനിക്ക് ഇടേണ്ട അവസരം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഇവിടെ എടുത്ത് വെളിയിലോട്ട് ഇതിന്റെ ബ്ലാക്ക് ആണോ? ഇതാണ് ഒരു ഓക്സിഡൈസിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അല്ലല്ല, കളർ ഡിഫറൻസ് ആണോ? അല്ലല്ല, ഇത് ഓക്സിഡൈസിങ് ഇതല്ലേ, ഇത് പാലക്കയാണോ? ഇത് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇതാകുമ്പോ നിനക്ക് വെസ്റ്റേൺ ഒക്കെ ഇടാം കേട്ടോ. അതെ, നീ മറ്റേ നല്ലതാ, కొంచెం ఓవర్ ఐడియా. എന്റെ ഫുൾ കയ്യിലുണ്ടാവും. ജ്വല്ലറിയുടെ പരസ്യം പോലെ നീ ഒന്ന് ക്യാമറ സാരിയുടെ ഈ ഡ്രസ്സിന് നല്ല ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളറിന് കേട്ടോ, ഗ്രീൻ കളറിന് പക്ഷെ സാരിക്ക് ഇടാനേ പറ്റും. ഒരുപാട് ജ്വല്ലറി പരീക്ഷണത്തിന് ശേഷം ഞങ്ങൾ അവസാനം മിഡാസിലെത്തിയിട്ടോ. മിഡാസ് എവിടെയാന്ന് വെച്ചാൽ എറണാകുളം സൗത്ത് മെട്രോ ഇങ്ങോട്ട് കുറച്ചങ്ങ് നടന്നാൽ മതി. SBIയുടെ അടുത്ത് നടന്നാണ് മിഡാസ്. ഇത്ര പറഞ്ഞുതരാനേ എനിക്കും അറിയുള്ളൂ ഇതിനെ പറ്റിയിട്ട്. 452 ഒന്ന് കാണിക്കോ? ഇത് സാമ്പിൾ ഉണ്ടോ? അതിന്റെ ഒരു ഇച്ചിരി ബ്രൈറ്റർ, ഒരു ഇച്ചിരി മറ്റേ ഡാർക്കർ ഷെയ്ഡും അതിന്റെ ഷെയ്ഡ് നമ്പർ ഇല്ല. ശരിയാണ്, ഷെയ്ഡ് നമ്പർ ഉണ്ട്. ഇതാ 5.0 ടെസ്റ്റർ അല്ലേ? നോക്കി മാരേജ് ഒക്കെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ കേക്ക് ആവുന്നുള്ളൊരു പ്രശ്നമില്ല. അത് 4 ആണോ? ഇപ്പൊ ഒരു ഷെയ്ഡ് വരുന്നില്ലേ, അതുപോലെ പല ഇതിലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് ചെയ്താലേ അത് അറിയുള്ളൂ ഏതാ കളർ ചെയ്തിട്ട്. ഇതിന്റെ മേളിൽ വീഡിയോ പറഞ്ഞ കുഴപ്പമുണ്ടോ? പക്ഷെ എനിക്ക് ബെയർ ഫേസിലെ കണ്ടേക്ക് മേക്കപ്പ് ടൈം വഴിക്കും ഭംഗിയുണ്ടാവുള്ളൂ. എനിക്ക് പക്ഷെ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ട് തോന്നുക അല്ലേ? എന്താ ലൈറ്റിംഗ് ഈ ഇത്രയല്ലേ ഉള്ളൂ നിങ്ങളുടെ ഹൈലൈറ്റ്. അപ്പൊ അത് എടുക്കും. എത്ര വേണ്ടടി അത്ര തുടക്കം തന്നെ.
പിന്നെ അത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. എത്രയാ? കുറച്ച് പേഴ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുത്തിച്ചാൽ $35 അല്ലേ? അപ്പൊ ഇത് മിഡാസിന്റെ മേളിലത്തെ ഫ്ലോറാണ് കേട്ടോ. മേളിലത്തെ ഫ്ലോറിൽ കൂടുതലും മെഷീനറീസ്, ഇങ്ങനെ ഹെയർ ക്ലിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ജ്വല്ലറി, പിന്നെ ഇതാ ഒരുപാട് രീതിയിൽ ഇതുപോലത്തെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. സ്കിന്ന്, ഹെയർ കെയർ, അങ്ങനത്തെ. സ്കിൻ കെയർ താഴെ ഉണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ പോയി മേടിക്കണമെന്നില്ല, നമ്മൾ സാധാരണക്കാരന് ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർ. എനിക്ക് എന്തായാലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. എൻ്റെ ഫേസ് ഇരിക്കുന്നുണ്ട ഒരുമാതിരി, എന്താ പറയുക, കാരണം ഒരുപാട് ദൂരമുണ്ട് എറണാകുളത്തിന്. ഇവിടെ നിന്ന് എറണാകുളത്തേക്കും. കാര്യം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി, പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവും. സോ വീട്ടിലെത്തി. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അതിന് ശേഷം ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ.